താൻ വിഭാവനം ചെയ്യുന്ന അതിവേഗ റെയിൽ പദ്ധതി പൂർത്തിയായാൽ ദിനംപ്രതി 5 ലക്ഷം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നതായി ഇ ശ്രീധരൻ. ആദ്യഘട്ടത്തിൽ ദിനംപ്രതി 45,000 യാത്രക്കാരുണ്ടാകും. ഇതിൽ 30,000 പേർ അതുവരെ റോഡ് വഴി യാത്ര ചെയ്യുന്നവരായിരിക്കും. ഈ മാറ്റത്തിലൂടെ അന്തരീക്ഷ മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുമെന്ന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടത്തിയ വിശദീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും വലിയ ആവേശമായിരിക്കുന്നതാണ് ഞാൻ കരുതിയത്. വളരെ ആൾക്കാരുണ്ടായാലും ഓവർഫ്ലോ ചെയ്യുന്നതൊക്കെ വിചാരിച്ചത് അത് കാണുന്നില്ല. കുറച്ചൊരു ആവേശം ഞാനുണ്ടോ എന്നതിനെ പറ്റിയിട്ട് എങ്കിലും അറിയില്ല. എൻ്റെ പ്രധാന ഉദ്ദേശം ഇപ്പോൾ ഞങ്ങൾ രൂപം കൊണ്ടിരിക്കുന്ന ഹൈസ്പീഡ് റെയിൽവേയാണ്. അതിനെപ്പറ്റി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ റെയിൽവേ ലൈൻ ഏറ്റുകൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഉപകാരമുണ്ടാകും, എന്ത് ബുദ്ധിമുട്ടുണ്ടാവും, എത്ര സമയമെടുത്ത് ഇത് കഴിയാൻ, ഇങ്ങനെയുള്ള പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. വല്ല സജഷൻ ഉണ്ടെങ്കിലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയ ഹൈസ്പീഡ് റെയിൽവേ അത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ മാത്രമേ എളുപ്പം. അതിന് 20 സ്റ്റേഷനുണ്ട്. കണ്ണൂരും തിരുവനന്തപുരം 5 സ്റ്റേഷൻ കൂട്ടിയിട്ടാണ് 20 സ്റ്റേഷൻസ് ഉള്ളത്. സ്റ്റേഷൻസ് ഏകദേശം ഒരു 20 മുതൽ 30 കിലോമീറ്റർ ഇടയിലാണ്. ഏവറേജ് അപ്പോൾ 24 കിലോമീറ്ററായി സ്റ്റേഷൻ ഡിസ്റ്റൻസ്. സാധാരണ ഹൈസ്പീഡ് റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞാൽ അത് 200 കിലോമീറ്റർ സ്പീഡ് ആൻഡ് അബവ് അങ്ങനെ ഒരു പ്ലേസിനാണ് ഹൈസ്പീഡ് പറയുന്നത്. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഹൈസ്പീഡ് റെയിൽ ഇതിൻ്റെ മാക്സിമം ഡിസൈൻ സ്പീഡ് 200 കിലോമീറ്ററാണ്. 200 കിലോമീറ്റർ ഡിസൈൻ സ്പീഡ്. പക്ഷേ ഓപ്പറേറ്റിംഗ് സ്പീഡ് സാധാരണ ഡിസൈൻ സ്പീഡിനെക്കാളും ഒരു 10% കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സ്പീഡ് 180 കിലോമീറ്റർ 150 കിലോമീറ്ററേക്കാണ്. പിന്നെ ധാരാളം സ്റ്റേഷൻസിൻ്റെ ഈ ട്രെയിൻ വളരെ സ്പീഡിൽ പോയിക്കൊണ്ട് അതിൻ്റെ ആ സ്പീഡിലൊക്കെയുള്ള എക്സ്പ്ലോറേഷൻ ബ്രേക്കിംഗ് ഇതൊക്കെ കണക്കിലെടുക്കാണ് സ്റ്റേഷൻ സ്റ്റോപ്പിംഗ് പ്ലാൻ. ഇതിൻ്റെ ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് എന്ന് പറയാം. ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് 150 കിലോമീറ്റർ. അതുകൊണ്ട് വളരെ സ്റ്റേഷൻ സ്റ്റോപ്പിംഗ് ശരി ഏത് ബന്ധം ആൾക്കാർ പോകാൻ സാധിക്കും. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 20 സ്റ്റേഷനുകളാണ്. ആ 20 സ്റ്റേഷനെ പറ്റി ആദ്യമായി ഞാൻ പറയാം. തിരുവനന്തപുരം അവർ തുടങ്ങി. തൊട്ട് തന്നെ തിരുവനന്തപുരം എയർപോർട്ട്, പിന്നെ വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം, വൈക്കം, എറണാകുളം ബൈപ്പാസ്, എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ട്, തൃശ്ശൂർ, പട്ടാമ്പി, മലപ്പുറം, കരിപ്പൂർ എയർപോർട്ട്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ. ഇതാണ് 20 സ്റ്റേഷനുള്ളത്. ഞാൻ പറഞ്ഞ ഈ വണ്ടികൾ 180 കിലോമീറ്റർ സ്പീഡിൽ മാക്സിമം ഓടുന്നതാണ്. ഇതിൽ നിങ്ങൾ നോക്കിയും കേരളത്തിലാകെ 4 എയർപോർട്ടുള്ളത്. അത് 3 എയർപോർട്ട് ഞങ്ങൾ നേരിട്ട് പോയിട്ട് ടച്ച് ചെയ്യുന്നു. കണ്ണൂർ എയർപോർട്ട് മാത്രം കുറച്ച് ദൂരെയാണ്. കണ്ണൂർ സിറ്റിന് കുറച്ച് ദൂരെയായതുകൊണ്ട് അവിടെ പോയി തൊഴിലാണെങ്കിൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് കണ്ണൂർ എയർപോർട്ടിൽ ഈ ലൈൻ പോയില്ല. എങ്കിലും എയർപോർട്ടിൽ ഈ സ്റ്റേഷനുമായി തമ്മിൽ ബന്ധിച്ചുകൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടേ ടൈം ടേബിൾ വെച്ചിട്ട്
അതുകൊണ്ട് ആൾക്കാർക്ക് എയർപോർട്ടിൽ പോകുന്നത് മണി വരാതെ വിഷമമുണ്ടാവില്ല. അതിന് സൗകര്യം ഒരുക്കുണ്ടാവും. ഈ ഹൈസ്പീഡ് റെയിൽവേ ലൈനിൻ്റെ ഒരു പ്രധാന വ്യത്യാസം ഒന്ന് നമ്മുടെ നാട്ടിലെ റെയിൽവേ ലൈനെപ്പറ്റി വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ റെയിൽവേ ലൈൻസ് ഒക്കെ ബ്രോഡ്ഗേജാണ്. ബ്രോഡ്ഗേജ് വേണമെങ്കിൽ 5 അടി 6 ഇഞ്ച് വീതി രേഖകളുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റാൻഡേർഡ് ഗേജാണ്. സ്റ്റാൻഡേർഡ് ഗേജ് അതാണ് ഗ്ലോബൽ യൂണിവേഴ്സൽ ഗേജ്. എല്ലാത്തിലും ഇപ്പോൾ ഇന്ത്യയിലുള്ള മെട്രോസ് ഒക്കെ സ്റ്റാൻഡേർഡ് ഗേജാണ്. ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ അത് 4 അടി 4 ഉണ്ടാവും ഇഞ്ചസ് 4 to